മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായ ജയറാമേട്ടൻ മുഖ്യ കഥാപാത്രം ചെയ്യുന്ന എബ്രാം ഹൗസ്ലർ എന്ന സിനിമയുടെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. 1, 2, 3. നീ എവിടെയാടെ കറങ്ങി നടക്കുന്നത്? നിനക്ക് എനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുതന്നെ ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായ ആകെയുള്ള ബന്ധം. ഓസ്ലർ, ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണടോ. വി ആർ ഡെഡ് മെൻ വാക്കിംഗ്, ബ്രോക്കൺ, cursed, forgotten. തന്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറില്ല. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ച് മതിയായ ഒരു മനുഷ്യനെ നമ്മൾ ഇനി എന്ത് പറഞ്ഞു ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തവർ. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ല? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ട്രെയിലർക്കാട്ട് അടിപൊളി, ഒരു രക്ഷയില്ല. സിനിമ ഒരു ത്രില്ലർ സ്റ്റോറി തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ജയറാം ചെയ്യുന്ന കഥാപാത്രത്തിന് ഒരു ഡാർക്ക് പാസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി ട്രെയിലർ കണ്ടപ്പോൾ. ചിലപ്പോൾ ആ ഡാർക്ക് പാസ്റ്റിലെ ഒരു പാർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുഖ്യ കഥാപാത്രം തന്നെയായിരിക്കാം അർജുൻ അശോകൻ ചെയ്യുന്ന ജയിൽ പുള്ളിയുടെ ക്യാരക്ടർ. കാരണം നമ്മൾ ട്രെയിലറിൽ വ്യക്തമായി കാണുന്നുണ്ട് ജയറാമിൻ്റെ കഥാപാത്രം അർജുൻ അശോകന് മാസത്തിലൊരിക്കൽ നല്ല ഹോട്ടൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ ജയറാമിൻ്റെ കഥാപാത്രം മൂലമായിരിക്കാം അർജുൻ അശോകൻ ജയിലിലെത്തപ്പെട്ടത്. അതിൻ്റെ ഒരു കുറ്റബോധവും മറ്റു പല കാര്യങ്ങളുമായിരിക്കാം ജയറാം ചെയ്യുന്ന കഥാപാത്രത്തെ അലട്ടുന്നത്. എന്തായാലും ജയറാമേട്ടൻ്റെ, നമ്മുടെ വിൻറ്റേജ് ഹീറോ ജയറാമിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ അവസാനം വരുന്ന BGM ഒരു രക്ഷയിലായിരുന്നു, അടിപൊളി. പിന്നെയുള്ള കാര്യം, മമ്മൂട്ടി ഈ സിനിമയിലുണ്ട്, ഒരു പ്രധാന കഥാപാത്രം തന്നെ ചെയ്യുന്നുണ്ട്. മിക്കവാറും മമ്മൂട്ടി ആയിരിക്കും വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. ദിക്കിൻ്റെ കഥാപാത്രം പറയുന്ന ആ ഡയലോഗിൻ്റെ അവസാന വാക്ക് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും മമ്മൂക്ക അഭിനയിച്ച എത്ര സിനിമ കണ്ടതാണ്. കുറച്ച് പേരെങ്കിലും പറയുന്നത് കേൾക്കാം അത് മാർക്കറ്റിംഗ് ടീമിനെ പറ്റിയ ഒരു അബദ്ധമാണെന്നൊക്കെ. മമ്മൂക്കയുടെ ആ ശബ്ദം മനഃപൂർവ്വം ആഡ് ചെയ്തൊരു ഹിൻ്റാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും, എന്നാലും മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ട്രെയിലറിൽ സിദ്ദീഖ് പറയുന്ന ആ ഡയലോഗ് ഒരുപക്ഷെ സിനിമയിൽ മുഴുവനായി മമ്മൂക്കയായിരിക്കാം പറയുന്നത്. അതിനും നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ റൂമേഴ്സൊക്കെ ശരിയാണോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം ജനുവരി 11 വരെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? മമ്മൂക്ക ഈ പടത്തിലുണ്ടോ? എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് വഴി അറിയിക്കുക. മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.